ആ ബ്ലാക്കിക്ക് കരുനാക്കാണ്. എന്തൊക്കെയായിരുന്നാലും പെണ്ണുങ്ങൾക്ക് ഇത്രയും ദേഷ്യം പാടില്ല. ഇതേതാണ്ട് ഒരു ലൂസ് പോലെ കൂടെയാ. ലൂസ് കൂടെയോ അങ്ങനെ പറഞ്ഞ ഇവൻ എന്തൊരു മണ്ണുണ്ണിയാ. ലൂസ് കൂടെന്ന് പറഞ്ഞാ അതിനകത്തൊരു 10 ബീർ ബോട്ടിൽ എടുത്തോണ്ട് പോയാ കണിശമായിട്ട് ഉടയും. അതുപോലെ ഒരു ബീർ ബോട്ടിൽ അതിൽ എടുത്തോണ്ട് പോയാലും ഉരുണ്ടുരുണ്ടുരുണ്ട് അതും പൊട്ടിപ്പോ. ഒരു തരത്തിലും സെറ്റ് ആകില്ല. ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ബീർ ബോട്ടിൽ പോലെയാ. അബദ്ധത്തിൽ ഒരു ലൂസിന്റെ കൂടെ പെട്ടുപോയാ വീണ് തവിട് പൊടിയാകും. ആരെ നോക്കിയാടാ ലൂസ് എന്ന് വിളിക്കുന്ന? മരത്തലയാ. മരത്തലേനോ? ഈ മരത്തല വെച്ച് എത്ര എത്ര കുട്ടികളെ തൂക്കി രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുമായിരുന്നു. ഇപ്പൊ ഈ കുട്ടിയെ തൂക്കി രക്ഷപ്പെടുത്തുന്ന കാണുന്നു. തൂക്കുന്നതൊക്കെ പിന്നെ തൽക്കാലം എവിടെയെങ്കിലും പോയി ഒതുങ്ങിയിരിക്കും. മോളെ, അവൻ പറഞ്ഞ പോലെ നമുക്ക് അവിടെ എവിടെയെങ്കിലും പോയി മുട്ടി ഒതുങ്ങിയിരുന്ന. എന്താടാ ഈ പറയണേ? അനാവശ്യം പറഞ്ഞോണ്ടല്ലോ, ഇത് പുഴയാണെന്ന് ഓർത്തോളാം. ആ ഭയം നിനക്ക് ഉണ്ടായ കൊള്ളാം. നിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് താങ്ങാൻ പറ്റില്ല ശില്പ. ആർ യു ഓക്കെ ബേബി? താങ്ക് യു. ഓക്കേ, അത് കഴിഞ്ഞ എന്ത് പറ്റി? അത് കഴിഞ്ഞെന്താ, കുപ്പയിലെ മാണിക്യം എന്ന പോലെ ദീപ എന്ന മാണിക്യത്തെ അരവിന്ദിന് കിട്ടി. എന്താ ഈ പറഞ്ഞ നട്രാജ്? ഇവര് തമ്മിൽ എന്താണ്? അതെ, രണ്ടുപേർക്കും ലവ് ഉണ്ടായിരുന്നല്ലോ. ഇൻഫാക്ട് ലവ് ചെയ്തിരുന്നു. അവന്റെ തലയ്ക്ക് അടി കിട്ടുന്നവരെ. നട്രാജ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നീ ഇടപെടരുത്. നീ ഈ വക കളിയൊന്നും പറഞ്ഞേക്കല്ലേ. ഞാനാണോടാ കളി പറയുന്നത്? നീയല്ലേ അന്വേഷണം ഒന്നല്ല മറന്നത്. ഡൗട്ട് ആണെങ്കിൽ ദീപയുടെ ചോദിക്ക്. അവളുടെ നോട്ടം തന്നെ ശരിയല്ലല്ലോ. അതെ, ഞാൻ അരവിന്ദനെ പ്രേമിച്ചിരുന്നു. എന്ന് പറഞ്ഞ അരവിന്ദ് നിന്നെ സ്നേഹിച്ചിരുന്നു? അതെ. ഏയ്, അരവിന്ദനെ സ്നേഹിക്കാതിരിക്കോ ചെയ്തോട്ടെ, നിനക്കെന്നാ പ്രശ്നം? കറക്റ്റ് അല്ലേ? അവർ രണ്ടുപേരും ലവ് ചെയ്യുന്നതിന് നിനക്കെന്താ? ഏയ് ദിവ്യ, നീ അവര് പറയുന്നൊന്നും വിശ്വസിക്കരുത്. ഇതൊക്കെ ചതിയാണ്. ദീപ, നീ എന്താടി ഇങ്ങനെ സെയിം സൈഡ് ഗോളടിക്കുന്നേ? എന്താ നിനക്കിപ്പോ വിശ്വാസം വരുന്നില്ലേ? എന്റെ മെഡിക്കൽ റിപ്പോർട്ട്സ് എല്ലാം ഞാനിപ്പോ എടുത്ത് കാണിക്കട്ടെ അവളെ. മെഡിക്കൽ റിപ്പോർട്ട്സാ? അതെ അരവിന്ദ്, നീ കാരണം എനിക്ക് 2 തവണ അബോർട്ട് ചെയ്യേണ്ടി വന്നത്. അതിന്റെ റിപ്പോർട്ട്സ്. ഇവള് ഞാൻ കരുതിയാലും വളരെ മോഡലാണല്ലോ. ഇത്ര തറയായിട്ട് കറങ്ങി നടന്നിട്ട് എന്താണ് എന്നെ ലവ് ചെയ്യുന്ന പോലെ അഭിനയിച്ചത് നീ? നമ്മള് രണ്ടുപേരിൽ പോലും അങ്ങനെയൊന്നും നടന്നിട്ടില്ല. നീ അതും ഈ വൃത്തിയായിട്ടതിന്റെ കൂടെ. ഞാൻ പറയട്ടെ ദിവ്യ, എല്ലാരും എന്റെ അമ്നീഷ്യ മുതലെടുത്തിട്ട് എനിക്കിട്ട് ആപ്പ് വെക്കുകയാണടി. ഇരിക്കുന്ന മുഴുവൻ കൂട്ടങ്ങളും സത്യത്തിൽ ചതിക്കൂട്ടങ്ങളാടി. എനിക്കും ദീപക്കും ഇടയിൽ ഒന്നുമില്ലെന്ന് നിനക്ക് എങ്ങനെ അറിയാം? നിനക്ക് അമ്നീഷ്യം ബാധിച്ചിരിക്കല്ലേ? ഓ, ഇത് അവിടെ നിന്നും പോയി. എനിക്ക് അമ്നീഷ്യം ഒന്നുമില്ല, അതൊക്കെ വെറുതെ ആയിരുന്നു. ഞാൻ അമ്നീഷ്യം വന്ന പോലെ അഭിനയിച്ച് കിടന്നപ്പോ നീ കാണിച്ച സ്നേഹം പിടിച്ചു നിർത്താൻ ശ്രമിച്ചതാ. അതുകൊണ്ട് അങ്ങനെ എന്നെ കണ്ടിന്യൂ ചെയ്ത്. ഐ ലവ് യു ദിവ്യ. അല്ലാതെ ഞാൻ ദീപിന്ത. നീ ഒരു കള്ളനാണ് അരവിന്ദ്. നിന്നെ ഞാൻ വിട്ടുപോയത് ശരിയാണെന്ന് നീ വീണ്ടും പ്രൂവ് ചെയ്തോണ്ടിരിക്കുക. എനിവേ, ഇവരെല്ലാരും പറയുന്നത് പോലെ നീ ആരുടെ കൂടെ എങ്ങനെ ജീവിച്ചാലും എനിക്കെന്താ പ്രശ്നം? എനിക്കൊരു പ്രോബ്ലം ഇല്ല. നീ മരിച്ചാ പോലും എനിക്ക് സന്തോഷമായിരിക്കും. എന്താ പറഞ്ഞത് ദിവ്യ? ഞാൻ മരിച്ച നിനക്ക് സന്തോഷമാണെന്നോ? ഞാൻ മരിച്ച നിനക്ക് സന്തോഷമാണെന്നല്ലേ? ഞാൻ ചാവുകടി, ഞാൻ വെള്ളത്തിൽ ചാടി ചാവുക. എല്ലാവർക്കും സന്തോഷാവട്ടെ. ആരും അങ്ങനെ സന്തോഷിക്കണ്ട. എല്ലാരും ഒരുമിച്ച് ചാകാൻ പോവാ. ഏത് നേരത്തെ നീ ആ കരിനാക്കെടുത്ത് വളച്ചോ ആ സമയത്ത് തന്നെ ചുഴിയിൽ വന്ന് പെട്ടിരിക്കുക. അയ്യോ, Please God. നട്രാജ്, എന്നോട് ക്ഷമിക്കണം നട്രാജ്. നിന്റെ ബാഗില് മാറ്റർ ബുക്ക് ഇരുന്നെന്ന് വെച്ച് സ്കൂൾ അസംബ്ലിയിൽ നിന്നെ നാണം കെടുത്തില്ലേ? അത് നിനക്ക് ഓർമ്മയുണ്ടോ? സ്കൂളിൽ നിന്ന് പുറത്താക്കിയതല്ലേ? അത് ഞാൻ വായിക്കാൻ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്റെ ബാഗിൽ എടുത്ത് വെച്ചതാ. സോറി നട്രാജ്. എന്നോട് ക്ഷമിക്ക് ദിവ്യ. നിന്നോടുള്ള ദേഷ്യം കാരണം നീ എന്നും കുടിക്കുന്ന കോഫിയിൽ ഞാൻ തൊപ്പയിടുമായിരുന്നു. എനിക്ക് ചെറുപ്പം മുതലേ ചപ്പുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാ വിരലിയപ്പിട്ട് ഉറങ്ങുന്നേ. എന്താടാ എല്ലാരും ചെയ്ത് പറയുന്നത്? ദിവ്യ, അന്ന് ഇരുട്ടത്ത് നീയാണെന്ന് കരുതി നിന്റെ ഫ്രണ്ട് ഞാൻ കിസ് ചെയ്തടി. സോറി. വീട്ടില് ബോധമില്ലാതെ നീയാണെന്ന് കരുതി നിന്റെ ഫ്രണ്ടിനെ കിസ് ചെയ്തു. സോറി അർജുൻ,
അയ്യോ, നിങ്ങൾ രണ്ടുപേരും കരുതുന്ന പോലെ എന്നെ ആരും കിസ് ചെയ്തിട്ടില്ല. പിന്നെ അവര് ബോധമില്ലാതെ ഇരുട്ടില് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കിസ് സൂപ്പർ ചെയ്യാം. ശില്പ, ഐ ലവ് യു ശില്പ. സോറി ബ്രദർ. നിങ്ങളെല്ലാം വിചാരിക്കുന്ന പോലെ ഞാൻ ശില്പയല്ല. എന്റെ ഒറിജിനൽ പേര് സുന്ദരൻ എന്നാണ്. ഞാൻ പെണ്ണായി മാറാനാണ് പുറത്തേക്ക് പോയിരുന്നത്. ആണ്ടവാ, ഒരു 10 നിമിഷം മുമ്പ് ഈ ചുഴിയൊന്ന് നിർത്തി വെച്ചായിരുന്നെങ്കിൽ ഈ ഊളത്തരങ്ങളൊന്നും കേൾക്കേണ്ടി വരില്ലായിരുന്നു. പാരട്ടകളെല്ലാം ഇരിക്കുന്ന കണ്ടില്ലേ? ഇതെല്ലാം കേട്ട എന്റെ ചെവിയുടെ ചാരിത്രം തന്നെ പോയി. ഞാനിപ്പോ കൊടുത്ത ഷോക്കില് തീർച്ചയായിട്ടും അവൻ ഇനി എന്റെ പുറകെ വരും. നിനക്ക് ഭ്രാന്താണോടി? ഈ സമയത്താണോ ഇതൊക്കെ പറയുന്നത്? ദിവ്യ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്റെ കൂടെ കുറച്ചു നേരം സംസാരിക്കും പ്ലീസ്. ഞാൻ അരവിന്ദ് പ്ലീസ്, എന്നെ ടോർച്ചർ ചെയ്യുന്നത് നിർത്ത്. ശോ, ഇപ്പൊ ദിവ്യ നടന്നത് തന്നെ ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. എടി, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്തോണ്ടാ. എനിക്കൊന്നും കേക്കണ്ട, നീ ഒന്നും പറയാൻ വേണ്ട. ഇറ്റ്സ് എനഫ്. ഓക്കേ, എടി, നീ ഞാൻ പറയുന്നൊന്ന് കേട്ടാലെന്താ? നീ ഒന്ന് ഓവർ ആക്ട് ചെയ്ത് നിർത്തി. over ഞാനൊന്ന് action. പറയട്ടെ. ദിവ്യ, പ്ലീസ് ദിവ്യ. ദിവ്യ, പ്ലീസ് ദിവ്യ, ഞാനൊന്ന് പറയുന്നത് കേക്ക്. ദിവ്യ, നിന്റെ അമ്മയ്ക്ക് എന്റെ അമ്മയ്ക്ക് എന്താ? അവസാനമായിട്ട് എന്തോ സംസാരിക്കാനുണ്ടെന്ന്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുക. എന്ത് പറ്റിയതാ? ഹാർട്ട് അറ്റാക്ക്. ശ്ശോ. എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ. ദിവ്യ, വാ പോവാം. ആദ്യം പോയി അമ്മയെ കാണാം. വാ. അമ്മ ഇപ്പൊ എങ്ങനെയുണ്ട്? ഹാർട്ട് അറ്റാക്ക് വരാൻ വേണ്ടി എന്താ സംഭവിച്ചത്? അമ്മേ, എന്താ അമ്മേ? സിസ്റ്റർ, എന്താണെന്ന് നോക്കൂ. എന്താ പറ്റിയ? വേഗം ഇവിടെ കുഴപ്പമൊന്നും പെട്ടെന്ന് ഡോക്ടറിനെ വിളിക്ക് പ്ലീസ്. വെയിറ്റ്, എന്താ അമ്മേ? അമ്മേ, ഹറി അപ്പ് പ്ലീസ്. ആ ഡോറിലേക്ക് നോക്ക്. റിലാക്സ് മാഡം, റിലാക്സ്. കാം ഡൗൺ, കാം ഡൗൺ. ഏയ് ദിവ്യ, ഇത്രയ്ക്ക് ധൈര്യമുണ്ടോ നിനക്ക്? ദിവ്യ, ഈ ആൾക്കാരൊക്കെ കാണും. നിനക്ക് എന്തിനാ ഭയം? ദിവ്യ, ഈ ആൾ ദേ, ഉടുപ്പൊന്നും ഇടും. ദിവ്യ, ദിവ്യ, നീ പറയുന്നത് എവിടെയെങ്കിലും പോയി ചാക്. എന്തിനാ എന്നെ ബുദ്ധിമുട്ടിക്കുന്നേ? എന്റെ ലൈഫിൽ നിന്ന് പോയി തൊലയ്. എന്റെ വീട്ടിലെ പട്ടി പോലും ഇനി ഇവിടെ വരരുതെന്ന് പറഞ്ഞ ആ വഴിക്കേ പിന്നെ വരില്ല. നിനക്ക് നാണെങ്കിലും വേണ്ടേ? എന്ത് ചെയ്തിട്ടും എന്റെ പിന്നാലെ വന്ന് ജീവൻ എടുക്കല്ലേ നീ? എനിക്ക് എന്റെ ഡിവോഴ്സ് തന്നേക്ക്. അതും കൂടെ തന്നിട്ട് നീ എവിടെയെങ്കിലും പോയി തൊലഞ്ഞോ. അത് കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും നിന്റെ മുഖം കാണാൻ എനിക്ക് ഇടവരരുത്.